നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡർ, പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കും ആൾക്കാർ, റെക്കോർഡ് ഒക്കെ. അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പമാണ്, പിന്നെ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് ഇത്ര പറയേണ്ട ഒരു സ്ഥലത്ത്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെ കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ, കഥ പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ള രീതിയിലാണ് സാറിനെ നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനസ് കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മളുടെ ഈ പോപ്പുലർ കൾച്ചറിൽ. ഉള്ളി ഗണേശ് സാറാണ്. സാറിനുള്ള വണ്ടിയുടെ കമ്പം ഗ്യാഡ്ജറ്റിനുള്ളത് നമുക്കിൽ അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എന്നെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ ഓടും പഴയ മറ്റേ 50 ട്രേപ്പറൊക്കെ വരാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയൻറ്റിസ്റ്റിന് പോകുമ്പോഴേക്കും കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊട്ടാരക്കരയുള്ള സ്റ്റോറിയൊക്കെ ഒരു സ്ഥലത്ത് വിളിക്കാം. സാറിനെ ആ ഒരു വിസ്കിഡായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പം മെറ്റാനസ് ഇപ്പം ഗണേശ് സാറിനെ വിളിക്കുന്നുണ്ട്. ഞാനും കൃഷ്ണദേവനോട് പോയപ്പം സാറ് ആവാസ് യുഗത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേവനോട് ഇങ്ങനെ ഭയങ്കര വാചകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണദേവൻ മറ്റേ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേവനോട് പറയുകയായിരുന്നു. ബിക്കോസ് കുറച്ചെടുക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിൻ്റെ നേർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബിസ്കിറ്റ് പരിപാടി മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ ഗണേഷ് സാറിന് പ്രസന്റ് ചെയ്തിട്ടുള്ള ഇതും തന്നെയായിരുന്നു. ഒരു 90s കിഡ് ഒരു വസന്തമായ അല്ലെങ്കിൽ ഉണ്ടാവും, ഒരു 40-കൾ 50-കളിൽ എങ്ങനെയായിരിക്കും അയാൾ ജീവിക്കുക, ആ രീതിയിലാണല്ലോ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണെങ്കിൽ അങ്ങനെ കുറേ റെഫറൻസുകളുണ്ട്. നമ്മൾ സിനിമ തന്നെ പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോയി എന്നാൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുകയും ചെയ്ത സിനിമകളുടെ റെഫറൻസുകളുണ്ട്. നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത്, അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ, ആ ഒരു കാര്യം ഒന്ന് പറയാം. നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് അക്രിഡിഷൻ നമുക്ക് ISMR കിട്ടുക എന്ന് പറഞ്ഞ പോലെ ഗണേശാന് മനസ്സിലാകുന്ന ആദ്യത്തെ ISMR കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഗോ നമുക്ക് ചെയ്യാനുള്ള സാധനം കിട്ടി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇത്ര ആൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സായിട്ടുള്ള ആളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് റെഡിക്കിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് പോലെന്നൊക്കെ. നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫിൽട്രേഷൻ തോന്നുന്നു. നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വസന്തമൊന്നും അങ്ങനെയൊന്നും ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു. അപ്പം ഒരു വസന്തം അല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു ആൻസർ എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇരുന്ന് തള്ളുന്നതരാം, ഇത് ഭയങ്കരമായിരിക്കും, ഗംഭീരമായിരിക്കും. പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ. സത്യമല്ല, അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന പ്രതികരിക്കുന്ന തള്ളുന്നതല്ല. ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട്, വളരെ ദുഃഖിതനായിട്ടുണ്ട്. അവസാനം ഞാൻ ചില സിനിമ കാണുമ്പോൾ തോന്നി തള്ളു കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെ ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു. പക്ഷേ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് വിളിക്കാത്ത നന്നായി എനിക്ക് തോന്നാറുണ്ട്, തുറന്നു പറയാം. അതിൻ്റെ ഒരു നമ്മളെന്താ പറയുക, ഒരു ഡിഫറൻറ്റ് സിനിമ നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്, ലോക്ക്ഡൗൺ ചെയ്ത് അകത്തിരിക്കുക. അതിനെ ബേസ് ചെയ്ത് ഒരു മലയാള സിനിമയും പറ്റും അല്ലേ? ലോക്ക്ഡൗൺ ചെയ്ത് അകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന 1.5 വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നതല്ല, കഥ കുറച്ച് മുമ്പേ പറയുന്നത്. ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ? നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം ഇല്ല, ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടില്ല. ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. അജിത്ത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ശിവൻ്റെ കൂടെ എഴുതിയാണെന്ന് പറയും. ഈ സിനിമയുടെ റൈറ്റിങ്ങിനകത്ത് പോയിട്ടുള്ള ഒരു വിധമുണ്ടല്ലോ, അവരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ
വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഒക്കെ കുറച്ച് ഹെഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. തിയറീസ്, ഏലിയൻസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി, റൂട്ടഡ് ആക്കി, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റെഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക്, എത്ര ഇൻഡെപ്ത് അത് സാധാരണക്കാരന് മനസ്സിലാവണം, എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറസി തിയറി ഒക്കെ അരച്ച് അലക്കി കുടിച്ച കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവണം, അങ്ങനെ ഒരു ഇതിൽ. കോൺസ്പിറസി തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിപ്പം ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ചന്തു ചേട്ടനും ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇപ്പം നാസയിൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ടു പോവുകയാണ്. നമ്മളത് എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത്. പിന്നെ ഇതിൻ്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മോക്യുമെൻ്ററി എന്നുള്ളൊരു ഫോർമാറ്റാണ്. ഇപ്പോൾ ഈ ഓഫീസ് പോലത്തെ TV സീരീസുകളുടെ അതായത് കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻട്രി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് എഴുതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര ഒരു സ്പേസിൻ്റെ വലിയൊരു ഫാനാണ്. ഭയങ്കര സ്പേസ് സൈഫൈ ടെക്നോളജി, ഞാനും അതെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സെൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശിവമായിട്ടുള്ളൊരു മെയിൻ റൈറ്റിങ്ങിൻ്റെ ഒരു എക്സ്ചേഞ്ച് വെക്കൊണ്ടിരുന്നത്, നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുമ്പ് ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ മൈൻഡ് മാപ്പിംഗ് ഉണ്ടാവും. ഈ മൈൻഡ് മാപ്പിംഗ് ആവശ്യം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ടോക്സ് തന്നെ ഇങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കുറച്ച് ലോസ്റ്റ് അങ്ങനത്തെ ഒരു വേൾഡിനകത്ത്. അപ്പം പുറത്തുള്ള ഈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ എങ്ങനെ അഫക്ട് ചെയ്യാറോ നമ്മുടെ ഡെയിലി ടോക്സ് വരാറില്ല. rather than നമ്മൾ സംസാരിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ കാര്യങ്ങളാണ്. മേ ബി ഒരു ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നതാണ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു ഔട്ട്കം വന്ന് നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃഷ്ണൻ ഇൻവോൾവ് ആവുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് വന്നിട്ട്. കാരണം ഇത്രയും നമ്മളെ അഴിച്ചുവിട്ട കൊണ്ട് ഭയങ്കര ക്രേസി ആയിട്ടുള്ള റിക്ക് ആൻഡ് മോർട്ടി അല്ലെങ്കിൽ എവരിത്തിങ് വൺസിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിൽ പോയിരിക്കുന്ന സാധനം കൃഷ്ണനൊക്കെ വന്നിട്ട് അവിടെ ഒരു എന്താ പറയുക ഭയങ്കര വളർന്നിരിക്കുന്ന കാട് വെട്ടി ഒതുക്കി ഒരു മൈതാനമാക്കി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഹെൽപ്പ് ഒരു ഇതിനെ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷ്ണനോട് ചോദ്യം ചോദിക്കുകയാണ്. ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഒരു ടോർച്ച് ബെയറാണ് ഈ ഇൻഡസ്ട്രിയിൽ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം വന്ന ആവാസ്യം വന്നപ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പം ഈ വരുന്ന കണ്ടന്റുകളൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പായിട്ട് നിന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പാതമായിട്ട് തുറന്ന ആളാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പിലായിട്ടൊരു ഗൈഡൻസ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐ സോ ദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു മെനി പാർട്സ് വിച്ച് ആർ റിയലി വണ്ടർഫുൾ. വിക്ടർ സാറിൻ്റെ പാട്ട് നല്ല രസമുണ്ട്. എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിൻ്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല, ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻഡ് യൂസറിന് അതുമായിട്ട് കണക്ട് ആവില്ല. എൻഡ് യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അങ്ങനത്തെ സിനിമ ആയിപ്പോയി. മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ വെറും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ 4 സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം, ഒരു റിതമിൽ കൊണ്ടുപോകണം. പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ് VFX വെച്ച് അങ്ങനെയൊക്കെയുള്ളൊരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത്. അതുകൊണ്ട് നല്ല നുവാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ്, ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ ഓടിയുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് മാറി നിന്നു വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മോശമാണ്, അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസമുണ്ട് മാൻ, പക്ഷെ ബാക്കിയൊന്നും കൊള്ളത്തില്ല. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാക്ക് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അതെ, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നിട്ട് പിന്നെ നമ്മൾ കുറേ റീയൊക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു. അപ്പം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഇയാൾ കൊടുത്ത റെഫറൻസ് എങ്ങനെ ആയിപ്പോയെന്ന്. അങ്ങനെ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച്. പക്ഷേ വി ഓൾറെഡി ഹാഡ് മെറ്റീരിയൽ. ഇത് ഷൂട്ട് ചെയ്താലും ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ then it's very tough to actually discover something very sharp from this mess. അപ്പോൾ ഈ മെസ്സ് ഓൾറെഡി ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട്.
അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് കണ്ടൻറ്റിനകത്തുള്ള ഹ്യൂമറാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ കൻ ഐ മേക്ക് എ ഫിലിം വിത്ത് ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നീഷൻ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട്, അവിടുത്തെ അവിഹിത ഗർഭം, അതിൻ്റെ അച്ഛനായിരുന്നു കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും അല്ല. 5 പേര് ഒരു മുറിയിലുണ്ട്, ഒരാൾ ചത്ത് കിടന്നു, വഴി കൂടെ പോയി ചേട്ടനാണ് കൊന്നതെന്ന് പറയുന്ന സിനിമയല്ല. അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ രീതിയുണ്ട് പറയാൻ. മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ഐ കനോട്ട് സെൽ ദിസ് കൺട്രി. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലോബൽ കണ്ടന്റായിട്ട് എക്സ്പോസ്ഡ് ആയ ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ദാറ്റ്സ് ഹൗ ആൻഡ് ഐ എം ഹാപ്പി ദറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻസ്പയർഡ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ധൈര്യം. ഗഗൻചാരിയുടെ ടെസ്റ്റ് ചെയ്തതാണ്. ഗഗൻചാരി കണ്ടു കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് 1 ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എവറി വീക്ക്. ഒരു ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എങ്കിലും ആരെങ്കിലും എനിക്ക് എല്ലാ ആഴ്ച അയക്കാറുണ്ട്. ഇതിൽ ഒന്നെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഫിലിംസ് ലൈക്ക് ദിസ് ആർ ഹാപ്പനിങ്. ഗണേശേട്ടാ, ഈ പടം കണ്ടതിന് ശേഷം സുരേഷേട്ടൻ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സുരേഷേട്ടൻ ഗണേശേട്ടൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ചു, നീ നന്നായിരുന്നു. ഞാനത് പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട് എടുത്തു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. ഇന്ന് അജു ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം നീ അജുവാണ് ഇതിനിടയിൽ നിറഞ്ഞ് ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു എന്നൊരു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമുക്ക് പറയാൻ പറയാം. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനമൊക്കെ കാണിക്കുന്നു എൻ്റെ അടുത്ത്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ പറഞ്ഞ ശരിയാണ്, കുറേ സീൻ കയ്യിലുണ്ടായിരുന്നു. ഒരു സീനുണ്ടായിരുന്നു അതിന് വേറെ മറന്നു പോകാൻ പറ്റാത്ത 2 പേര്. ഒന്ന് മല്ലിക സുകുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം, ഞങ്ങൾ ലളിത ചേച്ചിയാണ് നമ്മൾ നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെ. പക്ഷേ മല്ലിക ചേച്ചിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ടുള്ള ഒരു സ്നേഹത്തിലെത്തുന്ന. അപ്പോൾ ഇവർ പിന്നെ ഡോക്ടർ അലീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ. അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കും. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവന്മാരെ കണ്ടിട്ട് വെളിയിലാക്കും. അതവൻ്റെ വെളിയിലാവും. അപ്പോൾ ഇയാളങ്ങ് ആഹാരം എല്ലാം ഈടയില്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ, മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്ത ആരാണെന്ന് എനിക്കറിയില്ല, എബ്രഹാം ഒരാളാണ്, വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട്, നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഇന്ന് ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ രസകരമായൊരു പഞ്ചെന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട്. എന്താണെന്ന് പറയാം, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന 2 ആൾക്കാർ, ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഒരാൾ ഒരു സാമാന്യ ഒരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് ഒരാളാണ് നോക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് 2 അമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയണ്ടേ. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇവരെ പറ്റി കമൻറ്റ് പറയാം. അവരൊക്കെ പൊട്ടിച്ചിരിക്കുക, സന്തോഷം. അവിടെ നാട്ടുകാരനെ ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനം. അത് കറക്റ്റായിട്ട് സിങ് ചെയ്യും നാട്ടുകാർ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യാണല്ലോ. അല്ല ഈ ഗണേശാരി വലിയൊരു ബ്രേക്ക് തന്നെയാണ്. ഇപ്പൊ പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാനും പുതിയ വേഷങ്ങൾ തരാനൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഗണേശനെ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡില്. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ. അതൊക്കെ വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകണം.
ഒരു കഥ, ഞാനൊരു കഥ ഇത് ഗോകുലിന് പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് ഒരു കഥ ഗോകുലിന് പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസിന് ഞാൻ അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നുണ്ട്. ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ, ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ വന്നു. അപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞ സമയം ഞാൻ പറഞ്ഞു എന്നോ ഞങ്ങൾ മാറി ഞങ്ങൾ കഥ പറഞ്ഞു. അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജി, എന്ത് ടെക്നോളജി ഞാൻ പറയാം, ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി, വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ അജിത് വിനായകൻ പറഞ്ഞ് ഇങ്ങനൊരു കഥയുണ്ട്, പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുന്നു. കാരണം പടം ഓടണം, ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഇത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സും ഈ ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഗണേശേട്ടാ, ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ, ഹലോ ഗോകുലിൻ്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് സാർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിൻ്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ല, ഗോകുൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവനൊരു ഇപ്പോഴും അവൻ്റെ ശരീരം വളർന്നുള്ളൂ, കുഞ്ഞുങ്ങളെ മനസ്സായിട്ട് പാവമാണ്. വെറും നമ്മളത് പറയുമ്പോൾ നോക്കിയിരിക്കും, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഥ കേൾക്കുമ്പോൾ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ, സുരേഷ് ഗോപി വില്ലനായിട്ടാണ്. അന്ന് നമ്മൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്തെ എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കുന്നത്. ഒരു തൊപ്പി കാണും തലയിൽ. നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. ഗോകുലിനെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഒരു നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഗോകുലിനൊരു നല്ല ഇതുണ്ടാവും. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പ്രൻസും, ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റൊരു രസകരമായ വസ്തു ഈ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്നു കേട്ടോ, നല്ല മനോഹരമായ പൂച്ച. എനിക്കാണ് ഈ പൂച്ചയെ കൂടെ പേടിയാണ്, കൂടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ച ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്താം, ഞാൻ നിങ്ങളുടെ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കളഞ്ഞു. പൂച്ച ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും, ആരടാ ഉള്ള മട്ടിൽ. ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി അവനാളെ ഇരുത്ത് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങി ഒരു പോക്ക്, എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പൂച്ച ഇറങ്ങി. ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയേണ്ടി വന്നു, ആനിമൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് എല്ലാം ഹൃദയമായി. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു തിയേറ്റർ വിസിറ്റ് ഉണ്ട് PVR ജസ്റ്റ് ഒന്ന് പോയിട്ടാണ്. നിങ്ങൾ സാറിന് ഒരുപാട് ആർക്കേഷൻ കിട്ടിയതാണ്. ഞങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് വരാമോ പ്ലീസ് തിയേറ്ററിലേക്ക്? താങ്ക് യു. എന്തും ഗോകുലിനോട് ചോദിക്കാം. ഈ പടം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട്. എന്തോ ചന്ദ്രൻ്റെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ ആരും വന്നില്ല. അനാർക്കലിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ലേ പടത്തിൽ? ശരിക്കും അങ്ങനെയാണ് സൗണ്ട് കേൾവെന്ന് പറഞ്ഞു. ഇത് അങ്ങനെയല്ല സൗണ്ട് എന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറയാം. കുറെ സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ. നമ്മുടെ ഗണേശ് സാറിനൊപ്പം ആദ്യത്തെ തിയേറ്റർ വിസിറ്റ് ആണ്. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു.
എല്ലാവരോടും പറയണം, സിനിമ ഇഷ്ടമായെങ്കിൽ കാണാനായിട്ട് പറയണം. താങ്ക് യു ഫോർ കമ്മിങ്. ഇതാണ് ഡയറക്ടർ അരുൺ ചന്ദ്. അതെ, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു. അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു. അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെന്താ, ഏലിയൻ ഡയലോഗൊന്നും പറയേണ്ടതൊന്നുമില്ല, അതുകൊണ്ട് മൊത്തത്തിൽ എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു. അല്ല, ഡയലോഗ് പറഞ്ഞാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. അതെ, ഡയലോഗ് പറയാതെ അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം. ആ തുറന്നതേ ഇല്ല. അതെ. പക്ഷെ എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. ഇന്ന് കണ്ടപ്പോൾ കുറേ നാൾ അന്ന് കണ്ടിട്ട് പോയതാ. ഞാൻ ആരാ മനസ്സിലായില്ല, ആരാ കാരണം ഈ വേഷത്തെ ഞാൻ കണ്ടിട്ടില്ല. ആ വേഷത്തെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അജുവാണ് ഒരു ഐശ്വര്യം. ഞാൻ പറഞ്ഞു വീടിൻ്റെ ഐശ്വര്യം അജുവാണ്. അജുവിന് വരാൻ പറ്റിയില്ല. അജു ചെന്നൈയിലൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടതിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച്, സാറിനെ ഞങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഗണേശ് സാറിനെയാണ്. അപ്പോൾ ഗണേശ് സാറുമായിട്ട് ആദ്യത്തെ തിയേറ്റർ വിസിറ്റാണ്. അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ കൂട്ടത്തിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവരും. ഡിപ്രഷനൊക്കെ മാറിയോ? മെസ്സേജ് കിട്ടിയോ? താങ്ക് യു വെരി മച്ച്. ലിഫ്റ്റ് വിടാം. ഞാൻ ഇവരിങ്ങോട്ട് നടക്കുന്നുണ്ട്.